ഓക്കെ, ഐ എം ബാക്ക് ഇൻ ദി ഗെയിം. അപ്പോൾ നമുക്ക് ഗേജിങ് കഴിഞ്ഞു. ഗേജിങ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൻ്റെ വോളിയം എത്ര വ്യാപ്തമുണ്ട് അല്ലെങ്കിൽ അളവ് എത്ര. അടുത്തത് പ്രൂവിങ്, സ്പിരിറ്റിൻ്റെ സ്ട്രെങ്ത് അറിയുക. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് ബിവറേജിൽ എത്രമാത്രം ആൽക്കഹോൾ ഉണ്ട്, എത്രമാത്രം ഈഥയിൽ ആൽക്കഹോൾ ഉണ്ട്, അതാണ് അറിയേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേര് തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ മെത്തേഡ്. തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ മെത്തേഡ്. അപ്പോൾ എന്തായാലും തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. നേരത്തെ നമ്മൾ ഗേജ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിരിറ്റ് ടാങ്കിൽ കിടപ്പുണ്ട്, SV വാറ്റിൽ, അല്ല സോറി സ്പിരിറ്റ് വാറ്റ് 1 അല്ലെങ്കിൽ സ്പിരിറ്റ് വാറ്റ് 8, അതിനകത്ത് സ്പിരിറ്റ് കിടപ്പുണ്ട്. ഈ സ്പിരിറ്റ് അതിൽ നിന്ന് ഒരു ബീക്കറിലേക്ക് എടുക്കും. ഒരു ബീക്കറിൽ സ്പിരിറ്റ് എടുക്കും, എന്നിട്ട് തെർമോമീറ്റർ ഇടും. തെർമോമീറ്റർ ഇട്ടിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ അളക്കും. ടെമ്പറേച്ചർ സ്പിരിറ്റിൻ്റെ അത് 29 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ നമ്മുടെ ഇതിലൊക്കെ ഫാരൻഹീറ്റിലാണ് വരുന്നത്. നമ്മൾ ഫാരൻഹീറ്റ് അത്രമാത്രം കെയർ ചെയ്യുന്ന സാധനമല്ല, സെൽഷ്യസ് ഇതൊക്കെ അളക്കുക. പക്ഷേ പനിയൊക്കെ ഫാരൻഹീറ്റിൽ അളക്കുക. പറയുമ്പോൾ അതും കൂടെ പറഞ്ഞു പോവാം. ഫാരൻഹീറ്റും സെൽഷ്യസും തമ്മിൽ എന്തിനാ ഈ പനിയൊക്കെ ഫാരൻഹീറ്റ് അളക്കുന്നതെന്ന് വെച്ചാൽ 1 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് കയറുമ്പം നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ 10 ഡിവിഷനായിട്ട് കിട്ടാൻ വഴിയുള്ളൂ. പക്ഷേ ഈ 1 ഡിഗ്രി ഡിഫറൻസിൽ ഫാരൻഹീറ്റ് നിയർലി 2 വരെ ഡിഫറൻസ് കിട്ടും. ദാറ്റ് മീൻസ് ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് അളക്കാൻ ഫാരൻഹീറ്റ് സ്കെയിലാണ് നല്ലത്. കാരണം സ്കെയിലിൻ്റെ സ്പാൻ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ പനിയൊക്കെ അളക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ ചെറിയ വ്യത്യാസം വന്നാലും, ദാറ്റ് മീൻസ് ഉദാഹരണം 37 ഡിഗ്രിയിൽ നിന്ന് 38 ഡിഗ്രി ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഫാരൻഹീറ്റ് 97 നിന്ന് ചിലപ്പം 99 കൂടുക. ഈ 3 ഡിഫറൻസ് കിട്ടും. അപ്പോൾ 97, 98, 99. അപ്പോൾ ചെറിയ ഡിഫറൻസ് പോലും നമുക്ക് ആ സ്കെയിൽ അളക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് വി യൂസ് ഫാരൻഹീറ്റ്. പക്ഷേ നമ്മുടെ ഇവിടെ കോമൺ യൂണിറ്റ് ആയിട്ട് നമ്മൾ സെൽഷ്യസ് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ ഇപ്പം ഈ ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് കേട്ടോ. ഇപ്പോൾ 29 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ഡെൻസിറ്റി മീറ്റർ, അതായത് പാല് അതിൻ്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ലാക്ടോമീറ്റർ ഉപയോഗിക്കും. കള്ളിൻ്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി നമ്മൾ ടോഡി മീറ്റർ എന്നൊക്കെ പറയും, ആൽക്കഹോൾ മീറ്റർ എന്ന് പറയുമെങ്കിലും അതൊക്കെ ഹൈഡ്രോമീറ്റർ എന്നുള്ള ഡെൻസിറ്റി മീറ്ററിൻ്റെ ഭാഗത്ത് വരുന്ന സാധനങ്ങളാണ്. അതിൻ്റെ ചിത്രവും കാണിച്ചു തരും. ഹൈഡ്രോമീറ്റർ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് ലെഡൊക്കെ ഇട്ടിട്ട് ഡെൻസിറ്റി സെറ്റ് ചെയ്യും. ഇത് വെച്ച് ആൽക്കഹോളിന് എത്രമാത്രം ഡെൻസിറ്റി ഉണ്ടെന്ന് അളക്കും. ആ ഡെൻസിറ്റി ആ സമയത്ത് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും 0.81 ആണെന്ന് ഇരിക്കട്ടെ. 81 കിലോഗ്രാം പെർ ലിറ്റർ. നമ്മൾ തെർമോമീറ്റർ കൊണ്ട് ടെമ്പറേച്ചർ അളന്നു, ഹൈഡ്രോമീറ്റർ കൊണ്ട് ഡെൻസിറ്റി അളന്നു. ഇത് രണ്ടും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും. ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് നേരെ ഏണിയും താഴെ ഇറങ്ങും. ഏണിക്കറി നിൽക്കുകയാണ്, പ്രൂവിങ്ങിന് വേണ്ടി കയറിയതാണ്, ഗേജിങ്ങിന് വേണ്ടി കയറിയതാണ്. താഴെ ഇറങ്ങി വരും. എന്നിട്ട് സ്പിരിറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അല്ലെങ്കിൽ അതിന് സൈക്സ് ടേബിൾ എന്നാണ് ശരിക്കും അതിൻ്റെ പേര്. സൈക്സ് ടേബിൾ. സൈക്സ് ടേബിൾ. ഈ സൈക്സ് ടേബിള് അവിടുത്തെ ഒരു ബൈബിളായിട്ട് കണക്കാക്കാം. ഇങ്ങനെ സാധനം ഉണ്ടാവും. ഇതിൽ ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ഡെൻസിറ്റി ഉള്ള സ്പിരിറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് ഇത്ര പ്രൂഫ് അല്ലെങ്കിൽ ഇത്ര വോളിയം ബൈ വോളിയം എഴുതിയിട്ടുണ്ടാവും. സൈക്സ് ടേബിളിൻ്റെ ഒരു പേജ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിൽ പലയിടത്തും ഫാരൻഹീറ്റിലാണ് ടെമ്പറേച്ചർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഫാരൻഹീറ്റിനെ കുറിച്ച് പറയാൻ കാര്യം. അപ്പം ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ടേബിൾ, ഇത് ഇംഗ്ലണ്ട് ടേബിളാണ് കാര്യം. നമ്മളിവിടെ പ്രത്യേകിച്ച് ടേബിൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ IS സ്റ്റാൻഡേർഡ് ഉണ്ടാക്കും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ASTM സ്റ്റാൻഡേർഡിന്റെ ഒരു കോപ്പി തന്നെയാണ്. ആക്ഷേപം പറയുന്നതല്ല. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ASTM ഉണ്ട്. നമ്മൾ എന്ത് സാധനം എടുത്താലും ASTMന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. ഒരു കോപ്പി മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഈവൻ നമ്മുടെ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കും, പ്രൂഫ് പഠിക്കും. അവിടുത്തെ ആ യൂണിറ്റ് ആ രീതിയിൽ തന്നെ കോപ്പി അടിച്ച് വെച്ചേക്കാണ്. ഈവൻ ടെമ്പറേച്ചർ പോലും അവിടുത്തെ രീതിയിൽ ഇട്ടേക്കുന്നത്. അതിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഡിസ്കഷനിൽ വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ടെമ്പറേച്ചർ അളന്നു, തെർമോമീറ്റർ ഉണ്ട്, ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി അളന്നു. ഈ ടെമ്പറേച്ചറിൽ
29 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഡെൻസിറ്റി ഒരു പേജിൽ 29 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനകത്ത് ഡെൻസിറ്റി ഇത്ര 0.8 ഇത്ര 0.81 എത്ര 164 പ്രൂഫ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ ഉള്ള പേജ് എടുക്കും. ടെമ്പറേച്ചർ ചിലപ്പോൾ സെൽഷ്യസിലായിരിക്കും, ചിലപ്പോൾ ഫാരൻഹീറ്റിലായിരിക്കും. ചില ബുക്കിൽ ഫാരൻഹീറ്റ്, അതുകൊണ്ടാണ് നേരത്തെ ഫാരൻഹീറ്റ് പറയാൻ കാര്യം. ആ ഫാരൻഹീറ്റിൽ ഈ ഡെൻസിറ്റിയിൽ എത്ര പ്രൂഫ്. ഇങ്ങനെ ഈ വാല്യൂ ആണ് സേ 164 സേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ ഡിഗ്രി പ്രൂഫ്. എന്നിട്ട് നമ്മുടെ ബുക്കിൽ എഴുതി വയ്ക്കും ഇന്നലെ ഉണ്ടായ സ്പിരിറ്റിന്റെ സ്ട്രെങ്ത് 164 പ്രൂഫ്. കഴിഞ്ഞു. ഇതിന്റെ സ്ട്രെങ്ത് അളക്കുന്ന പരിപാടിയാണ്. സ്ട്രെങ്ത് അളക്കുന്നത് പ്രൂഫിലായിരുന്നു ഇതിനകത്ത് വരുന്നത്. ചിലയിടത്ത് പെർസെന്റേജ് വോളിയം ബൈ വോളിയം. ഇനി അതാണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഇത്രയും കഴിഞ്ഞതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്രൂവിങ്. ആൽക്കഹോളിന്റെ സ്ട്രെങ്ത് അളക്കുന്ന രീതിയാണ് പ്രൂവിങ്. പ്രൂവ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരെന്ത്? ഹൈഡ്രോമീറ്റർ തെർമോമീറ്റർ മെത്തേഡ് എന്നാണ് പേര്. തെർമോമീറ്റർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ അളക്കും, ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ഡെൻസിറ്റി അളക്കും. തെർമോമീറ്ററും ഡെൻസിറ്റിയും ഉൾപ്പെടുത്തി പ്രൂഫ് എത്രമാത്രം സ്ട്രെങ്ത് ആണുള്ളതെന്ന് ഒരു ബുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിന്റെ പേര് സൈക്സ് ടേബിൾ എന്നാണ്. അതിൽ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുക. ഇനി സൈക്സ് ടേബിൾ ആരെങ്കിലും കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പോയി. ഇത് രണ്ടും കൈവച്ചിട്ടിരിക്കാന്നുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റിലറിയിൽ ചെന്ന് കഴിഞ്ഞാൽ സൈക്സ് ടേബിൾ അവിടെ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ലെങ്കിൽ ഈ വാല്യൂ ഒക്കെ എടുത്ത് വെറുതെ ഇരിക്കാന്നുള്ളൂ. നെറ്റിൽ കിട്ടുന്നതാണ് സൈക്സ് ടേബിൾ. അപ്പോൾ ഇനി അറിയേണ്ടതാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഡിഗ്രി പ്രൂഫ് അല്ലെങ്കിൽ പെർസെന്റേജ് വോളിയം ബൈ വോളിയം ഓഫ് ആൽക്കഹോൾ. ഇത് അറിഞ്ഞിരിക്കണം. ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. 42.86 പെർസെന്റേജ് വോളിയം ബൈ വോളിയം ആൽക്കഹോൾ ആണ് സാധാരണ ബ്രാൻഡി, വിസ്കി, റം, വോഡ്ക. ഇതിന്റെ സ്ട്രെങ്ത് ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ടോ കുറച്ചിങ്ങോട്ടോ മാറാമെന്ന് പറയുന്നുണ്ട്. എത്ര നമ്മൾ പിന്നീട് പഠിക്കും. ബിയർ ആണെങ്കിൽ 5% to 6% വോളിയം ബൈ വോളിയം ആൽക്കഹോൾ. ഇതിന്റെ അർത്ഥം 100 മില്ലി ബിയർ എടുത്താൽ അതിനകത്ത് 5 മില്ലി ആൽക്കഹോൾ കാണും. ഇതിനർത്ഥം 100 മില്ലി ബിയർ എടുത്താൽ അതിനകത്ത് 6 മില്ലി ആൽക്കഹോൾ കാണും. ബ്രാൻഡിക്ക് 42.86% വോളിയം ബൈ വോളിയം എന്ന് പറഞ്ഞാൽ പെർസെന്റ് 100ന് 42.86 മില്ലി ആൽക്കഹോൾ കാണുമെന്നാണ് അർത്ഥം. കൂടുതൽ എക്സ്പ്ലനേഷൻ അതിന് വേണമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ഇവിടെ വേണ്ടി വരും പ്രൂഫ്. ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്. അപ്പൊ എന്തായാലും പഠിക്കല്ലേ. ബ്രിട്ടീഷ് യൂണിറ്റും മെട്രിക് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് യൂണിറ്റ് നമുക്കറിയാം ഇഞ്ച്, ഫീറ്റ്, സ്ക്വയർ ഫീറ്റ്. ഈ പറയുന്ന രീതിയൊക്കെ ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്. നമ്മളത് ഫോളോ ചെയ്ത് വരാൻ കാര്യം ബ്രിട്ടീഷുകാർ നമ്മളുടെ അടുക്കെ വന്ന് കുറെ കാലം നമ്മളെ ഭരിച്ചു, നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ആ പഠനം കൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് യൂണിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും വണ്ടിയുടെ ഡ്രൈവിങ്ങിന്റെ സെറ്റപ്പും ഒക്കെ ബ്രിട്ടീഷ് സ്റ്റൈലിലാണ്. മറ്റു പല രാജ്യങ്ങളിലും നേരെ തിരിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് യൂണിറ്റ് ഇഞ്ച്, ഫീറ്റ്, പൗണ്ട് എന്നൊക്കെ പറയുന്നത്. മെട്രിക് യൂണിറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. പിള്ളേർ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം, സെന്റിഗ്രാം, കിലോഗ്രാം. സെന്റിഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കും. സെന്റിഗ്രാം ഉണ്ട്. കിലോഗ്രാം. ഇതേപോലെയുള്ള 10ന്റെ മൾട്ടിപ്പിളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന യൂണിറ്റിനാണ് മെട്രിക് യൂണിറ്റ് എന്ന് പറയും. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കും പറഞ്ഞു കൊടുക്കുക. 10 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ 1 മീറ്റർ, അല്ല 100 സെന്റിമീറ്റർ പറഞ്ഞാൽ 10 × 10 × 10 ആണ് വരിക. അതേപോലെ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നതിനാണ് മെട്രിക് യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ പെർസെന്റേജ് വോളിയം ബൈ വോളിയം ഈസ് മെട്രിക് യൂണിറ്റ്. അതുകൊണ്ട് അത് എളുപ്പമായിട്ട് മനസ്സിലാക്കാമെന്ന് പറഞ്ഞത്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. പെർസെന്റ് 100ന് എത്ര, അത് 42.86 ആണ്. മനസ്സിലാവും. കള്ളിന് 8.1% വോളിയം ബൈ വോളിയം. 100 മില്ലി കള്ളെടുത്താൽ അതിനകത്ത് 8.1 മില്ലി ആൽക്കഹോൾ ഉണ്ടാവും. പ്രൂഫ് എന്നുള്ള കാര്യം നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് പഠിക്കണം. ഒരു പുതിയ യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം പ്രൂഫ്. അതിൻ്റെ കഥ പറയാനുണ്ട്. സയന്റിസ്റ്റിന്റെ പേരൊന്നും അറിയില്ല, എന്നാലും ഒരു സയന്റിസ്റ്റ് ഒരുപാട് 1600കളിലൊക്കെ നിലനിന്നാന്ന് പറയുന്നു. പ്രൂഫ് എന്ന് പറയുന്നു സ്പിരിറ്റിന്റെ സ്ട്രെങ്ത് ആണ് സാധാരണ പ്രൂഫിൽ അളക്കാറുള്ളൂ. അല്ലാതെ പാലിൻ്റെയോ വേറെ വെളിച്ചെണ്ണയുടെ ഒന്നും ക്വാളിറ്റി ഒന്നും പ്രൂഫിൽ അളക്കാറില്ല. പ്രൂഫ് ഈസ് സ്ട്രിക്ട്ലി മെന്റ് ഫോർ മെഷറിംഗ് ദ സ്ട്രെങ്ത് ഓഫ് സ്പിരിറ്റ്സ്. ഒരു പോർസലീൻ പ്ലേറ്റ്, നമ്മുടെ ടൈല് പോലൊരു സാധനം, അതിൽ ഗൺ പൗഡർ ഇടും. ഗൺ പൗഡർ
ഇതൊരു കഥ മാത്രമാണ് കേട്ടോ, പ്രൂഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഒരു പോർസിലിൻ പ്ലേറ്റ് എടുക്കും, അതിൽ ഗൺ പൗഡർ ഇട്ട് വയ്ക്കും, വെടിമരുന്നിടും. എന്നിട്ട് അന്ന് കിട്ടാമായിരുന്ന മാക്സിമം സ്ട്രെങ്ത്, ഒരു സ്പിരിറ്റിനുണ്ടാവുന്ന മാക്സിമം സ്ട്രെങ്ത് ഈസ് 100%, 100% വോളിയം ബൈ വോളിയം, വെള്ളമില്ല, വേറെ ഒന്നുമില്ല, 100% സ്പിരിറ്റ്. ഇങ്ങനെ 100% സ്പിരിറ്റ് എന്ന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ട്. ചിലർ പറയും അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ സ്ട്രെങ്ത് 99.999, അങ്ങനെയൊന്നുമില്ല. അബ്സല്യൂട്ട് ആൽക്കഹോൾ സ്ട്രെങ്ത് ചോദിച്ചാൽ 100% ആൽക്കഹോൾ. അത് ഡിസ്റ്റിൽ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഡിസ്റ്റിൽ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഡിസ്റ്റിൽ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം സ്ട്രെങ്ത് ആണ് നേരത്തെ പറഞ്ഞ 96.4% വോളിയം ബൈ വോളിയം ഉള്ള ENA. ഡിസ്റ്റിലേഷൻ വഴി അത് അത്രേ പറ്റുള്ളൂ. പിന്നെ ഏതൊക്കെ രീതി ഡിസ്റ്റിൽ ചെയ്താൽ ഇതിനേക്കാൾ സ്ട്രെങ്ത് കൂടാൻ പറ്റത്തില്ല. ഈ സ്ട്രെങ്ത് ഉള്ള സ്പിരിറ്റ് എടുത്ത് വേറെ കെമിക്കൽസ് വെച്ചിട്ട്, വേറെ കെമിക്കൽ മെത്തേഡ് വെച്ച് അതിനകത്തുനിന്നുള്ള വാട്ടർ വലിച്ചെടുത്തിട്ടാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുക. അപ്പൊ ആളുകൾ 99 കാര്യങ്ങളൊക്കെ വലിയ വിദഗ്ധന്മാർ പറയും 99 ഉണ്ടാവുള്ളൂ, 99.9 ഉണ്ടാവുള്ളൂ. അത് പടക്കം വീരാതെ പറയുന്ന പോലെ നിങ്ങൾ അറിയുന്നത് ശരിയുമാണ് തെറ്റുമാണ്. 100% ആൽക്കഹോൾ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ അന്തരീക്ഷമായിട്ടോ വേറെ ഈർപ്പുമായിട്ടോ കോണ്ടാക്ട് ഇല്ലാതെ അടച്ച് കുപ്പിക്കകത്താക്കി വരികയും ചെയ്യും. പക്ഷെ വൺസ് ഇറ്റ് ഈസ് ഓപ്പൺ, ആൽക്കഹോൾ ഈസ് സോ ഹൈഗ്രോസ്കോപ്പിക്, അത്ര ഹൈഗ്രോസ്കോപ്പിക്കാ. അതിനകത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള മോയ്സ്ചർ വലിച്ചെടുക്കും. മോയ്സ്ചർ വലിച്ചെടുത്ത് അത് 100% നിൽക്കില്ല, താഴും. അതുകൊണ്ട് വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ 99.99, 99.9, 99.5 വരെ ഈസി ആയിട്ട് താഴും ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് പലരും അബ്സല്യൂട്ട് ആൽക്കഹോൾ 100 താഴെയുള്ളൂ എന്ന് പറഞ്ഞത്. തെറ്റ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണെന്ന് ചോദിച്ചാൽ 100% ആൽക്കഹോൾ അറിഞ്ഞിരിക്കാം. തുറന്നു വെച്ചാൽ ഹൈഗ്രോസ്കോപ്പിക്കാം, അതൊക്കെ ശരി. ആ ഹൈഗ്രോസ്കോപ്പിക് മെത്തേഡ് കൊണ്ടും വെള്ളം കൂടുതൽ വലിക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടുമാണ് ഈ മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ആളുകൾക്ക് പിന്നീട് പിറ്റേ ദിവസം ദാഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സയൻസ് തന്നെയാണത്. അപ്പോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എടുക്കും, അത് നമ്മൾ ടെസ്റ്റിലേക്കാണ് പോകുന്നത്, പ്രൂഫ് എന്നുള്ള യൂണിറ്റിലേക്കാണ് പോകണം കേട്ടോ. വെടിമരുന്ന് ഇട്ടിട്ടുണ്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ ഈ വെടിമരുന്നിലേക്ക് സ്പ്രേ ചെയ്യും. പ്യുവർ ആൽക്കഹോൾ വെടിമരുന്നിലേക്ക് സ്പ്രേ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. വെടിമരുന്ന് നനയും, ആ ആൽക്കഹോൾ കൊണ്ട് നനയും, അത്രേ ഉള്ളൂ. എന്നിട്ട് തീപ്പെട്ടി കൊണ്ട്, അന്ന് തീപ്പെട്ടി ഉണ്ടെന്ന് ചോദിക്കരുത്, തീ വയ്ക്കും. ആ വെടിമരുന്ന് തീ പിടിപ്പിക്കും, വെടിമരുന്ന് കത്തും. ആൽക്കഹോൾ ഒഴിച്ചാലോ പെട്രോൾ ഒഴിച്ചാലോ ഡീസൽ ഒഴിച്ചാലോ ഒന്നും വെടിമരുന്ന് കത്തുകയില്ല. ഇറ്റ് വിൽ ബി വെറ്റ് വിത്ത് ദാറ്റ് ലിക്വിഡ്. ആ വെടിമരുന്ന് ഏത് ലിക്വിഡ് കൊണ്ടാണോ അത് നനയ്ക്കുന്നത് അത് നനയുന്നുള്ളൂ, പൊട്ടിത്തെറിക്കൊന്നുമില്ല. പൊട്ടിത്തെറിക്കുക കത്തിക്കണം. അപ്പം നമ്മൾ തീ കത്തിച്ചു, കത്തും. സയന്റിസ്റ്റ് സന്തോഷമായി, കത്തി. ഇത് മാറ്റിക്കളഞ്ഞു, അടുത്ത സെറ്റ് ഓഫ് ഗൺ പൗഡർ ഇട്ടു. കുറച്ചുകൂടെ സ്ട്രെങ്ത് കുറഞ്ഞ ആൽക്കഹോൾ, സേ 90% ആൽക്കഹോൾ ആക്കി. 100ലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് 90% ആക്കി. അതിന്റെ ഡൈലൂഷൻ നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. 90% ആൽക്കഹോൾ ആക്കി. അപ്പൊ പുതിയ വെടിമരുന്ന് ഇട്ടു, 90% ആൽക്കഹോൾ എടുത്തു, സ്പ്രേ ചെയ്തു, വെടിമരുന്ന് നനയും. കത്തിച്ചു നോക്കി, അതും കത്തി. അങ്ങനെ അടുത്ത എക്സ്പെരിമെന്റ് 80% ഇട്ട് നോക്കി, 70% ആൽക്കഹോൾ ഇട്ട് നോക്കി, 60% ആൽക്കഹോൾ ഇട്ട് നോക്കി, 60% ആൽക്കഹോൾ എടുത്തു, സ്പ്രേ ചെയ്തു വെടിമരുന്ന്, പുതിയ വെടിമരുന്ന്. അവിടെ നനഞ്ഞു, കത്തിച്ചു, കത്തുന്നുണ്ട്. 50% ആൽക്കഹോൾ ആക്കി. അപ്പൊ എക്സ്പെരിമെന്റ് നടത്തി 50% ആൽക്കഹോൾ, അതായത് 50% വെള്ളം 50% ആൽക്കഹോൾ, ആ മിക്സ് എടുത്തിട്ട് സ്പ്രേ ചെയ്തു, നനഞ്ഞു, കത്തിച്ചു നോക്കി, കത്തിയില്ല, തീ കത്തിയില്ല. അതിന് കാരണം വെടിമരുന്ന് ആൽക്കഹോളിനേക്കാൾ വെള്ളം കൊണ്ട് നനഞ്ഞു, ആ കാരണം കൊണ്ട് തീ പിടിച്ചിട്ടില്ല. അപ്പോൾ സയന്റിസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ദർ ഇസ് ഇൻ ബിറ്റ്വീൻ 50 to 60% ഇടയ്ക്ക് ഏതോ ഒരു ആൽക്കഹോൾ സ്ട്രെങ്തിൽ ആ വെടിമരുന്ന് ആ ആൽക്കഹോൾ ഇട്ട് നനച്ചാൽ തീ പിടിക്കും, അതിന് താഴേക്ക് തീ പിടിക്കില്ല. അങ്ങനെ ഇയാൾ 50ക്കും 60ക്കും ഇടയ്ക്ക് പെർസെൻറ്റേജ് ഉള്ള ആൽക്കഹോൾ ഇട്ട് വെടിമരുന്ന് നനച്ചു. എന്നിട്ട് പുള്ളി കണ്ടെത്തിയത് 57.06% വോളിയം ബൈ വോളിയം, 57.06% വോളിയം ബൈ വോളിയം. വോളിയം ബൈ വോളിയം ആൽക്കഹോൾ സ്ട്രെങ്തിൽ 57.06
0.6% വോളിയം ബൈ വോളിയം വരെയുള്ള ആൽക്കഹോൾ സ്ട്രെങ്ത് ഉള്ളത് വെടിമരുന്ന് നനച്ചു, തീ കത്തിച്ചു, കത്തുകില്ല. ഇതിന് മുകളിൽ 57.06 തൊട്ട് മുകളിൽ സ്ട്രെങ്ത് ആണെങ്കിൽ അത് വെച്ച് നനച്ചു, പിന്നെ കത്തിച്ചു കഴിഞ്ഞാൽ കത്തും. അപ്പോ ഈ സ്ട്രെങ്ത് വേർ ഗൺ പൗഡർ ഈസ് മെയ്ഡ് വെറ്റ് വിത്ത് an alcoholic solution containing 57.06% വോളിയം ബൈ വോളിയം ഓഫ് ആൽക്കഹോൾ. 57.06% വോളിയം ബൈ വോളിയം ഉള്ള ആൽക്കഹോൾ കൊണ്ട് വെടിമരുന്ന് വെറ്റ് ചെയ്ത് പിന്നെ അതിനെ കത്തിക്കാൻ ശ്രമിച്ചാൽ അത് കത്തുകയില്ല. ആൻഡ് എബോവ് ദാറ്റ് സ്ട്രെങ്ത്, ഈ സ്ട്രെങ്തിന് മുകളിൽ ഉള്ള സ്പിരിറ്റ് കൊണ്ട് വെടിമരുന്ന് വെറ്റി വെച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ കത്തും. ആൻഡ് ദിസ് സ്ട്രെങ്ത് വാസ് നെയിംഡ്, ഈ സ്ട്രെങ്തിനെയാണ് ആ സയന്റിസ്റ്റ് നെയിം ചെയ്തത് ഫയർ പ്രൂഫ് സ്ട്രെങ്ത്. ഫയർ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് നെയിം ചെയ്തു. ആൽക്കഹോളിനെ ഫയർ പ്രൂഫ് സ്പിരിറ്റ്, ഈ സ്ട്രെങ്തിനെ ഫയർ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലണ്ടൻ പ്രൂഫ് എന്ന് വിളിക്കും. ലണ്ടൻ പ്രൂഫ്, ഫയർ പ്രൂഫ് സ്ട്രെങ്ത്, ഫയർ പ്രൂഫ് എന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് പുതിയൊരു ഡേറ്റം കൊടുത്തു. ഡേറ്റം ഈക്വൽ ടു 100 ഡിഗ്രി പ്രൂഫ്. ഇങ്ങനെയാണ് പ്രൂഫിന്റെ ജനനം. ഈ എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ പ്രൂഫ് സ്പിരിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം. പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 57.06% വോളിയം ബൈ വോളിയം ഉള്ള സ്പിരിറ്റിനാണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ വിശദമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥ എഴുതണം. ഈ സ്ട്രെങ്ത് ഉള്ള സ്പിരിറ്റ് കൊണ്ടും വെടിമരുന്ന് നനച്ചാൽ കത്തുകയില്ല. അതുകൊണ്ടാണ് ഫയർ പ്രൂഫ് എന്ന് പറയുന്നത്. ആൻഡ് അബോവ് വിച്ച് ഇറ്റ് വിൽ ക്യാച്ച് ഫയർ. ഫയർ പ്രൂഫ് സ്പിരിറ്റ്, ലണ്ടൻ പ്രൂഫ് സ്പിരിറ്റ്, പ്രൂഫ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. അതിന്റെ സ്ട്രെങ്ത് ഒരു പുതിയ യൂണിറ്റ് ഉണ്ടാക്കി 100 പ്രൂഫ് എന്നങ്ങ് കൊടുത്തു. അപ്പൊ 57.06 താഴെയാണെങ്കിൽ 100ൽ താഴെ, ഇതിന് മുകളിലാണെങ്കിൽ 100ന് മുകളിൽ. ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാൽക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് വീഡിയോ കൂടെ തരാൻ പറ്റും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് 42.86% വോളിയം ബൈ വോളിയം നമ്മുടെ ബ്രാൻഡി കുപ്പിയിലൊക്കെ കാണുന്ന ശതമാനം ഈക്വൽ ടു 75 ഡിഗ്രി പ്രൂഫ് എന്ന് പറഞ്ഞ് കാണുന്നത്. ഇതിൽ നിന്നാണ് ഇത് വരുന്നത്. ഇനി ഈ കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1% വോളിയം ബൈ വോളിയം, അതായത് 100 ഡിവൈഡഡ് ബൈ 57.06, ബേസിക് മാത്തമാറ്റിക്സ് ആട്ടോ, കണക്കൂടെ പഠിപ്പിക്കുമ്പോൾ കഴിഞ്ഞാൽ വലിയ പാടാവും. 100 ഡിവൈഡഡ് ബൈ 57.06 ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് 1.75 ഡിഗ്രി പ്രൂഫ്, 1.25 പ്രൂഫ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാവർക്കും അറിയായിരിക്കും. 42.86 75 പ്രൂഫ് എന്നറിയാം. ഇതറിയാമെങ്കിൽ ഇത് കൊണ്ടുപോയി ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1% വോളിയം ബൈ വോളിയം ഈക്വൽ ടു 1.25 പ്രൂഫ് എന്ന് കിട്ടി. ഇത് അറിഞ്ഞിരിക്കണം. അപ്പോ പ്രൂഫും വോളിയം ബൈ വോളിയവും 2 യൂണിറ്റ്സ് ഒരേ കാര്യത്തിന്റെ. ഉദാഹരണം, നമ്മൾ നീളം അളക്കാൻ വേണ്ടി ഇഞ്ച് ഉപയോഗിക്കും, ഫീറ്റ് ഉപയോഗിക്കും, സെന്റിമീറ്റർ ഉപയോഗിക്കും, എല്ലാം കൂടെ നീളം അളക്കുന്നത്. അതേപോലെ സ്പിരിറ്റിന്റെ സ്ട്രെങ്ത് അളക്കാനുള്ള മറ്റൊരു യൂണിറ്റ് ആണ് പ്രൂഫ്, ലൈക്ക് പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം. അപ്പോഴും സെന്റിഗ്രേഡും നമ്മുടെ ഫാരൻഹീറ്റും പോലെ ഇത് ഒരു കുറച്ചുകൂടെ വൈഡർ യൂണിറ്റാ. ചെറിയ സ്ട്രെങ്ത് വരെ നമുക്ക് അളക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ 100 വരെ ഉള്ളതാ. 100 വരെ മാത്രമേ ഉള്ളൂ. കാരണം 100 വരെ എന്ന് പറയാൻ കാര്യം, ഈ സ്ട്രെങ്ത് കൂടിക്കൂടി 57.06 കൂടിക്കൂടി പോയാലും മാക്സിമം എത്ര വരുള്ളൂ? 100% വോളിയം ബൈ വോളിയം അബ്സല്യൂട്ട് ആൽക്കഹോൾ വരുള്ളൂ. ഈ 100% അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പ്രൂഫിൽ വരുമ്പം 175 ഡിഗ്രി പ്രൂഫ് ആകും. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമ്പോൾ ഈ ക്ലാസ്സുകൾ റേഡിയോ പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ് ആൻഡ് യു മേ ഇൻഫോം ദ അക്കാഡമി. അക്കാഡമി ഇൻഫോം ചെയ്യുക, അവിടെ നമ്മളോട് കാര്യങ്ങൾ പറയും. അപ്പോൾ അത് നമുക്ക് അടുത്ത് വരുന്ന ഈ ക്ലാസ്സുകളിൽ ആ ട്രബിൾ ഷൂട്ടിംഗ് നടത്താൻ പറ്റും. സംശയങ്ങൾ ഉണ്ടാവണം. മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു അക്കാഡമി. അപ്പോൾ 100% ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് 175 പ്രൂഫ്. ഇതാണ് പ്രൂഫിന്റെ ഒരു ചരിത്രവും ഇനി അതിന്റെ കണക്കുകളും. നമ്മൾ സാധാരണ ഡിസ്റ്റിലൊക്കെ പോകുമ്പോൾ പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയത്തിനേക്കാളും പ്രൂഫിലിട്ടാണ് കണക്കുകൾ കൂടുതലും വരുന്നത്, കണക്കുകൾ ചെയ്യുന്നതും. അതുകൊണ്ട് ഇത് പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കണക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. മദ്യം കുടിക്കുന്നതിന് കണക്കറിയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം അങ്ങനെ
പ്രൂഫിങ് ചെയ്യാൻ വേണ്ടി, പ്രൂവിങ് സ്ട്രെങ്ത് അളക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കും, ഡെൻസിറ്റി അളക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ബോധം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് അല്ലെങ്കിൽ അത് മറന്നുപോകും. ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ഡെൻസിറ്റി അളക്കും, തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കും. അത് അളന്ന് കഴിഞ്ഞിട്ട് സ്പിരിറ്റ് ടേബിൾ എന്ന സൈക്സ് ടേബിൾ എടുക്കും. അത് മറിച്ച് നോക്കി നമ്മൾ അളന്ന ടെമ്പറേച്ചറിൽ അളന്ന ഡെൻസിറ്റി ഉള്ള സ്പിരിറ്റിന്റെ കാണും. അതിന് നേരെ നോക്കുമ്പോൾ കാണും 165 ഡിഗ്രി പ്രൂഫ് അല്ലെങ്കിൽ 149 ഡിഗ്രി പ്രൂഫ് എന്ന് കാണും. അതാണ് വീര്യം. ആ പ്രൂഫ് നമ്മൾ എഴുതി വെക്കും ബുക്കിനകത്ത്. അപ്പൊ 165 ഡിഗ്രി പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് എത്ര വോളിയം ബൈ വോളിയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ സാധനത്തിന് 1.25 ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനെ ഇപ്പോൾ 1.25 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 95 ഡിഗ്രി 95% വോളിയം ബൈ വോളിയം കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, ഇതൊന്നും പ്രീ റെക്കോർഡഡ് അല്ല. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഗ്രി പ്രൂഫിന്റെ കാര്യം. കഴിഞ്ഞിട്ടില്ല. ഈ കുപ്പിക്കകത്ത് തന്നെ കുടിക്കുന്നവരില്ലെങ്കിലും കുഴപ്പമില്ല, കുപ്പി എടുത്ത് നോക്കുന്നതിന് തടസ്സമില്ല. അതിനകത്ത് 75 ഡിഗ്രി പ്രൂഫ് പോലെ 25 ഡിഗ്രി യു പി എന്നൊക്കെ കാണും. 25 ഡിഗ്രി യു പി. അപ്പം യു പി ഒ പി വേറൊന്നാണ് ഒ പി പറഞ്ഞത്. ലണ്ടൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ 100 പ്രൂഫ്. 100 പ്രൂഫിനാണ് ലണ്ടൻ പ്രൂഫ് എന്ന് പറയാം. പ്രൂഫ് ഇത് 57.06% വോളിയം ബൈ വോളിയം ആൽക്കഹോളാണ്. ഈ 100 പ്രൂഫിന് മുകളിൽ സ്ട്രെങ്ത് ഉള്ളതിനെയൊക്കെ ഓവർ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ ഓവർ പ്രൂഫ് സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 പ്രൂഫിന് മുകളിലുള്ള സ്ട്രെങ്ത് ഉള്ള സ്പിരിറ്റ്. ചില ക്വസ്റ്റ്യൻസിൽ ഇടയ്ക്കും കണ്ടുണ്ട് എന്താണ് ഒ പി എന്ന് മാത്രം ചോദിക്കും. ഒ പി ഓവർ പ്രൂഫ്. 100 മുകളിലുള്ള പ്രൂഫ് സ്ട്രെങ്ത് ഈസ് കോൾഡ് ഓവർ പ്രൂഫ്. ഓവർ പ്രൂഫ് സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ 100 സ്ട്രെങ്തിന് മുകളിലുള്ള സ്പിരിറ്റ്. ഒ പി എന്ന് വെച്ചാൽ 100 മുകളിലുള്ള സ്ട്രെങ്ത്. യു പി എന്ന് പറഞ്ഞാൽ ഓൾ സ്ട്രെങ്ത് അണ്ടർ 100ന് താഴെ സ്ട്രെങ്ത് ഉള്ളതിനാണ് അണ്ടർ പ്രൂഫ് എന്ന് പറയാം. 100ന് മുകളുള്ളത് ഓവർ പ്രൂഫ്. ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഹൗ കെയിം ബ്രാൻഡി കുപ്പിയിൽ 25 യു പി. ബ്രാൻഡിയുടെ സ്ട്രെങ്ത് എത്രയാ? 42.86% വോളിയം ബൈ വോളിയം ഒരു സൈഡിൽ എഴുതിയിരിക്കും. ആ സ്റ്റിക്കറിന്റെ അങ്ങേയറ്റത്ത് 70 ഡിഗ്രി പ്രൂഫ് എന്ന് എഴുതിയേക്കും. വേറെ സ്ഥലത്ത് 20 ഡിഗ്രി യു പി എന്ന് എഴുതും. 75 ഡിഗ്രി പ്രൂഫ് ഉണ്ടല്ലോ. 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 100നേക്കാൾ താഴെയാണ്. എത്ര താഴെ? 25 ഡിഗ്രി താഴെ. 75 പ്രൂഫ് 100നേക്കാൾ 25 താഴെ. അപ്പൊ എത്ര അണ്ടർ പ്രൂഫ് എന്ന് ചോദിച്ചാൽ 100നേക്കാൾ എത്ര താഴെ എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് 25 അണ്ടർ പ്രൂഫ്. ദാറ്റ്സ് ഓൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ജിൻ, ജൂണിപ്പർ ബെറി. ജൂണിപ്പർ ബെറിയുടെ ഫ്രൂട്ടും അതിന്റെ ഫ്ലേവറുമാണ് ജിന്നിന് സാധാരണ ഉണ്ടാവുക. ബീഫ് ഈറ്റർ ജിൻ എന്നൊക്കെ പറയുന്ന ഗുഡ് ക്വാളിറ്റി ജിൻസ് ഉണ്ട്. ജിന്നിന്റെ ഒരു പ്രത്യേകത, സാധാരണ ആൽക്കഹോൾ, ബ്രാൻഡി, വിസ്കി, റം, വോഡ്ക ഇതൊക്കെ 75 പ്രൂഫിൽ ബോട്ടിൽ ചെയ്യുമ്പം ജിൻ മാത്രം 65 പ്രൂഫിലാണ് ബോട്ടിൽ ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അതാണ്. സാധാരണ ഫോറിൻ ജിന്നുകൾ എടുത്ത് നോക്കിയാലും സ്ട്രെങ്ത് കുറച്ച് ജിൻ ബോട്ടിൽ ചെയ്യാറുള്ളൂ. അതിന് നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നത് ജിൻ ലേഡീസിന് കഴിക്കാനുള്ള ഡ്രിങ്ക് ആണ്, അതുകൊണ്ടാണ് എന്ന് പറയണു. അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ബ്രാൻഡ് ലേഡീസിന് കഴിച്ചുകൂടെ? 42.86% ഉള്ള കാരണമാണ്. അത് 75 പ്രൂഫ് ഉള്ള കാരണം ലേഡീസിന് കഴിക്കാൻ പാടില്ല. 65 ജിൻ വെച്ചേക്കുന്ന ലേഡീസിനാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ബ്രാൻഡി എടുത്തു 75 പ്രൂഫ് ഉള്ള, കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ 65 താഴുമല്ലോ, അപ്പൊ കുടിച്ചാൽ പോരെ. ജിന്നിന്റെ പ്രത്യേകത, ജിൻ കുറച്ചുകൂടെ ഹെവിലി ഫ്ലേവേർഡ് ആണ്. ഫ്ലേവർ മറ്റ് ഡ്രിങ്കുകളെക്കാളൊക്കെ ഫ്ലേവർ കൂടുതലാണ് ജിന്നിന്. ആ ഫ്ലേവറിൽ ലോ സ്ട്രെങ്തിലാണ് സാധാരണ ജിന്നിന്റെ മാനുഫാക്ചറിങ് പീഡിയ തന്നെ പറയാം, അതിന്റെ എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. അത് പറയുന്നത് ആ സ്ട്രെങ്ത് കുറച്ചിട്ട് അതിന്റെ ഫ്ലേവർ കൂട്ടിയാണ് ഈ സാധനം ബോട്ടിൽ ചെയ്യുക. അതുകൊണ്ട് മാത്രമാണ് ജൂണിപ്പർ ബെറി ഫ്രൂട്ടിന്റെ ബെറി ഫ്ലേവറിന്റെ പ്രത്യേകതയും കൂടിയാണ്. അത് നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾക്ക് കഴിക്കാനോ ലേഡീസിന് കഴിക്കാനോ അല്ല. ഞാൻ പറഞ്ഞു വന്നത് ജിൻ 65 ഡിഗ്രി പ്രൂഫിലാണ് ബോട്ടിൽ ചെയ്യുന്നത്. ഇതിനകത്ത് അണ്ടർ പ്രൂഫ് എത്രയാന്ന് ചോദിച്ചാൽ 100നേക്കാൾ എത്ര താഴെ? 100നേക്കാൾ 35 ഡിഗ്രി താഴെ. അങ്ങനെയാണ് 35 ഡിഗ്രി അണ്ടർ പ്രൂഫ് എന്ന് വരുന്നത്. അപ്പോൾ പ്രൂഫ് സ്ട്രെങ്ത്, വാട്ട് ഈസ് ഓവർ പ്രൂഫ്, അണ്ടർ പ്രൂഫ്, മാക്സിമം പ്രൂഫ് എത്ര വരാം? 175 ഡിഗ്രി പ്രൂഫ് വരെ വരാവുള്ളൂ. കാരണം 100% മുകളിൽ ആൽക്കഹോൾ സ്ട്രെങ്ത് വരാൻ പറ്റില്ല. 100% ആൽക്കഹോൾ ആണെങ്കിൽ 175 ഡിഗ്രി പ്രൂഫ്. ഇതാണ് പ്രൂഫിന്റെ ഒരു ചെറിയ കഥ. പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്.
അപ്പൊ ഇനിമേൽ നമ്മൾ ആൽക്കഹോൾസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് അതിന്റെ വോളിയം പറയണം. എത്ര വോളിയം ഉണ്ട്? സേ 650 മില്ലി. എത്ര സ്ട്രെങ്ത് ഉണ്ട്? 6%. 6% എന്നുള്ളതിനെ നമുക്ക് പ്രൂഫിലേക്ക് ആക്കണം. എന്ത് ചെയ്യും? 6 × 1.75 ഇത് ഗുണിക്കണം. ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൂഫ് സ്ട്രെങ്ത് കിട്ടും. എത്ര വരും നോക്കണം. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തെറ്റ് പറ്റുമെന്നൊരു പേടിയുണ്ടെന്ന് കൂട്ടിക്കോ. 10.5 10.5 ഡിഗ്രി പ്രൂഫ്. 10 പ്രൂഫായി. ഇനി ഇതിനെ അണ്ടർ പ്രൂഫിലേക്ക് മാറ്റുവാണെങ്കിൽ 100നേക്കാൾ എത്ര താഴെ? 100നേക്കാൾ 89.5 ഡിഗ്രി താഴെ. 89.5 അണ്ടർ പ്രൂഫ്. ഇങ്ങനെയാണ് ഈ പ്രൂഫ് സ്ട്രെങ്തിന്റെ കാര്യങ്ങൾ വരുന്നത്. കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം തീർക്കാവുന്നതാണ്. മേ കോൺടാക്ട് ദ അക്കാഡമി. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമുക്ക് ഈ പ്രൂഫ് സ്ട്രെങ്ത് ഒക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് യൂണിറ്റിൽ നിന്ന് കോപ്പി അടിച്ചാന്ന് പറയുന്നു. ബ്രിട്ടീഷ് യൂണിറ്റ് പ്രകാരം അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ അവരുടെ രീതിയിൽ 57.14 ആണ് അത് കണക്കാക്കിയേക്കുന്നത്. ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. ടെമ്പറേച്ചർ കുറച്ചിട്ടെന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടും അതുപോലുള്ള ഏരിയയിലൊക്കെ ആംബിയൻ ടെമ്പറേച്ചർ, അവർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ പൊതുവെ കുറവാണ്. അപ്പോൾ അവർ 15 ഡിഗ്രി സെൽഷ്യസിൽ 57.14 വെച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ ഈ 15 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ട് 57.06 വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകണല്ലോ. നമ്മൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മളിവിടെ കാലിബ്രേഷൻ നടത്തുമ്പോൾ, നമ്മളിവിടുത്തെ മെഷീൻസ് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി വെച്ചിട്ട് വേണം കാലിബ്രേറ്റ് ചെയ്യാൻ. അപ്പം പ്രൂഫ് സ്പിരിറ്റ്, അപ്പോൾ ഇക്കാര്യം ഡെഫിനേഷനൊക്കെ എടുക്കുമ്പം നമ്മളിപ്പോഴും 15 ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യണേ. 15.5 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിന്റെ ഡെഫിനേഷൻ അടിച്ചുവിട്ടേക്കണേ. 57.06%, 57.06% വോളിയം ബൈ വോളിയം അറ്റ് 15.5 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് അവിടെ 15.5 ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് വരുന്നത്. എല്ലായിടത്തും വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുന്നതാണ്. ഇവിടെയും നേരെ ASTM പോലെ കോപ്പി അടിച്ചെന്ന് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചറിൽ വെച്ചിട്ടല്ലേ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാവേണ്ടത്. അത് കാര്യമില്ല. എന്തായാലും ഇങ്ങനെ വെച്ചു നമ്മൾ പഠിക്കണം. പക്ഷേ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് നിങ്ങളോട് ചോദിച്ചാൽ പുസ്തകത്തിലുള്ള ഡെഫിനേഷൻ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ 57.06% വോളിയം ബൈ വോളിയം സ്പിരിറ്റിനാണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് ഇനഫ്. പക്ഷേ ടെക്സ്റ്റ് ഡെഫിനേഷൻ കേൾക്കുമ്പോൾ ഞെട്ടൽ തരും. പ്രൂഫ് സ്പിരിറ്റ് ഈസ് എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ വിച്ച് ഈസ് അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ്. 60 ഫാരൻഹീറ്റ് ആണ് ഞാൻ 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത്. വുഡ് വെയ് 12/13 പാർട്ട് ഓഫ് ആൻ ഈക്വൽ വോളിയം ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഹാസ് എ ഡെൻസിറ്റി ഓഫ് 923 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് ഈക്വലന്റ് ടു 57.15% ആൽക്കഹോൾ ബൈ വോളിയം. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കിടക്കേണ്ടത്. ഇത് കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് പഠിക്കാൻ സമയം വേറെ എന്തെങ്കിലും കാര്യം പഠിച്ചാൽ ഉപകാരപ്പെടും. പക്ഷേ എന്താണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 57.06% വോളിയം ബൈ വോളിയം ആൽക്കഹോൾ. അത് ഫയർ പ്രൂഫ് ആവുന്നത് എങ്ങനെയാണെന്ന് ആ കാര്യം മാത്രം പഠിച്ചിരിക്കണം. ഈ ഡെഫിനേഷൻ കുമ്പർസം ഡെഫിനേഷൻ പഠിക്കേണ്ടതില്ല. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ മതി. ഡൗട്ടായിട്ട് ഇനി വന്നാൽ ഞാൻ ഈ 12/13 പാർട്ട് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണെന്ന് പറഞ്ഞു തരും. എന്തായാലും വാട്ടറിന്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ ലിറ്റർ, സ്പിരിറ്റ് ചേർന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡെൻസിറ്റി കുറവായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ സെഷൻ. ഒരു പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം ഈക്വൽ ടു 1.75 ഡിഗ്രി പ്രൂഫ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇറ്റ് ഈസ് ബ്രിട്ടീഷ് യൂണിറ്റ്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ഏത് ഫോറിൻ ബോട്ടിൽ എടുത്ത് നോക്കിയാലും അതിൽ കാണാം 40% വോളിയം ബൈ വോളിയം. സാധാരണ ഫോറിൻ ബോട്ടിൽസ് എല്ലാം തന്നെ കുറെ അബ്സിന്റ് എന്ന് പറയുന്ന മറ്റു സാധനങ്ങളുണ്ട്. വോഡ്ക അബ്സല്യൂട്ടിന്റെ ഒക്കെ 50% ഉണ്ട്, 70% 80% ഉള്ളുണ്ട്. അബ്സിന്റ് 80-85 വരെ വരും. അതൊക്കെ പോട്ടെ. 40% വോളിയം ബൈ വോളിയം നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ഫോർമേഡ് ഫോറിൻ ലിക്കറും വരിക. എന്നിട്ട് അപ്പുറം എഴുതിയേക്കും 80 ഡിഗ്രി പ്രൂഫ് എന്ന്. ഒട്ടും സംശയിക്കേണ്ട. ബ്രിട്ടീഷുകാർ ഇത് 1.75 ഡിഗ്രി പ്രൂഫിലേക്ക് അവർ യൂണിറ്റ് സെറ്റ് ചെയ്തപ്പം പിന്നീട് അമേരിക്കൻ യൂണിറ്റ്സ് ആയിട്ടാണ് ഈ യൂണിറ്റ് വന്നിട്ടുള്ളത്. അമേരിക്കൻസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് 1% വോളിയം ബൈ വോളിയം ഈക്വൽ ടു 2 ഡിഗ്രി പ്രൂഫ് എന്നാണ് അവരുടെ കണക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്കിത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് ഇത് കണ്ടുപിടിച്ചതും ബ്രിട്ടീഷ് യൂണിറ്റ് ആയിട്ടാണ്. അതിനുശേഷം അമേരിക്കൻസ് വേറെ എന്തുകൊണ്ടാണ് അമേരിക്കൻ യൂണിറ്റ് ആണിത്?
അമേരിക്കൻ പ്രൂഫ് എത്രയാണെന്ന് ചോദിച്ചാൽ 1% ഇസിക്കൽ 2 പ്രൂഫ്. ബ്രിട്ടീഷ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 1% ഇസിക്കൽ 1.75 പ്രൂഫ്. ഇത് കൺഫ്യൂഷന് വേണ്ടി പറഞ്ഞതല്ല. കുപ്പി കണ്ടിട്ട് ഇത് നമ്മൾ പഠിപ്പിച്ച തെറ്റാണോ എന്ന് സംശയിക്കേണ്ടതില്ല. ഇനി ഇതിൻ്റെ ബ്ലെൻഡിങ്, ബോട്ടിലിംഗ്, റിഡക്ഷൻ, അതിൻ്റെ കണക്കുകൾ, നമുക്ക് ഡിസ്റ്റിലറിയിൽ സാധാരണ വരുന്ന ടാക്സ് കണക്ക് കാൽക്കുലേഷൻ അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം സാധാരണ അവിടെയുള്ള നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട റൂൾസ് ഏതൊക്കെയാണ്. അല്ല റൂൾ 1 by 1 ആയിട്ട് പോകുന്നത് വിൽ ബി ഭയങ്കര ഒരു ബോറിങ്ങും റെഡിക്യുലസും ആയിരിക്കും. എന്തായാലും അതിനകത്ത് വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു മേ കോൺടാക്ട് ദ അക്കാഡമി. താങ്ക് യു. ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.